നമസ്കാരം. രാജീവ് മേനോന്റെ സംവിധാനത്തിൽ വന്ന് ജി.വി. പ്രകാശ് കുമാർ, നെടുമുടി വേണു, വിനീത്, അപർണ ബാലമുരളി, കുമാരവേൽ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ വന്ന ചിത്രമാണ് സർവം താളമയം. ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞ ഫെബ്രുവരി 1 ചില തിരക്കുകൾ കാരണം സിനിമ കാണാൻ വൈകി. ഇന്ന് സർവം താളമയം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ്. പീറ്റർ ജോൺസന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കട്ട വിജയ് ഫാൻ. ആദ്യ ദിവസം തന്നെ സിനിമകളൊക്കെ കണ്ട് ആഘോഷിച്ച് നടക്കുന്നു. അച്ഛൻ ആ നാട്ടിലെ മൃദംഗം നിർമ്മിച്ചെടുക്കുന്ന ആളാണ്. കുടുംബത്തിലെ സാഹചര്യമൊക്കെ അത്ര നല്ല രീതിയിലൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരിക്കലും പ്രശസ്തനായ മൃദംഗ വിദ്വാൻ വെമ്പു അയ്യരെ പീറ്റർ കാണുന്നു. അദ്ദേഹത്തിൻ്റെ മൃദംഗ വായനയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാനുള്ള പീറ്ററിൻ്റെ ശ്രമങ്ങളും പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറയുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംഗീതത്തിൻ്റെ ആംബിയൻസ് നല്ല രീതിയിൽ കൊണ്ടുപോയി അവതരിപ്പിക്കപ്പെട്ടൊരു സിനിമയാണ് സർവം താളമയം. ചിത്രത്തിൻ്റെ ഏറ്റവും മികച്ച വശങ്ങളിലൊന്ന് A.R. റഹ്മാൻ സംഗീതം നൽകിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവുമാണ്. എല്ലാ ഗാനങ്ങളും ഗംഭീരം എന്ന അഭിപ്രായമില്ല, എങ്കിലും പലതും കാഴ്ചകളെ ഒരു പടി കൂടി ഉയർത്തിക്കാട്ടുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. പ്രകടനത്തിൽ എല്ലാവരും അവർ റോളുകൾ മികച്ചാക്കിയിട്ടുണ്ട്. പീറ്ററിനെ ജി.വി. പ്രകാശ് കുമാർ അവതരിപ്പിച്ചപ്പോൾ മികച്ചു നിൽക്കുന്ന പ്രകടനം നെടുമുടി വേണുവിൻ്റെയാണ്. വിനീത്, കുമാരവേൽ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അപർണ ബാലമുരളിക്ക് അത്രയേറെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് സിനിമ നൽകുന്നതുമില്ല. ഛായാഗ്രഹണവും സിനിമയുടെ മാറ്റ് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് പീറ്റർ അച്ഛൻ്റെ കൂടെ നാട്ടിൽ പോകുന്നിടത്തും പീറ്ററിൻ്റെ യാത്രകളിലുമൊക്കെ ചിലയിടങ്ങളിൽ ശക്തമായി നിൽക്കുന്ന സംഭാഷണങ്ങളും എടുത്തു പറയേണ്ടതാണ്. പീറ്ററും അച്ഛനും തമ്മിലുള്ളതാണ് അതിലേറ്റവും മികച്ചു നിൽക്കുന്ന ഒരു പാർട്ട്. ആദ്യ പകുതി നല്ല മേക്കിംഗ് ആയിരുന്നു. പക്ഷേ രണ്ടാം പകുതി എത്തുമ്പോൾ മുന്നേ കണ്ട റിയാലിറ്റി ഷോയും അതുവഴി ഉണ്ടാകുന്ന കാഴ്ചകളെയും പറയുമ്പോൾ അതുവരെ കൊണ്ടുവന്ന ഒരു താളത്തെ മറന്നു പോകുന്നുണ്ട് സർവം താളമയം. ഒരു യുവാവിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹത്തെ പിന്തുടർന്ന ചിത്രം മാത്രമല്ല സർവം താളമയം. കർണാടക സംഗീത ശാഖയിൽ നിലനിൽക്കുന്ന ജാതിയുടെ മതിലുകൾ കൂടെ കാണിച്ചു തരികയാണ്. പീറ്ററിൻ്റെ ജാതിയും മതവുമൊക്കെ അവൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുമ്പോഴും എല്ലാം താളം തന്നെയാണെന്ന് കാണിച്ചു തരുന്ന ക്ലൈമാക്സ് പെർഫോമൻസ് സിനിമയിലെ ഏറ്റവും മികച്ച വശങ്ങളിലൊന്നാണ്. സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ആദ്യ പകുതിയിൽ കൊണ്ടുവന്ന ചടുലത പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ട് രണ്ടാം പകുതിയിലെത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ശക്തമായൊരു തിരക്കഥയുടെ അഭാവം പലയിടത്തും അനുഭവപ്പെടുന്നതുകൊണ്ട് സംഗീത സാന്ദ്രമായ ഒരു കാഴ്ച എന്ന നിലയിൽ സിനിമയെ എത്തിക്കാൻ രാജീവ് മേനോന് സാധിച്ചിട്ടുമുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ശരാശരിക്കും മുകളിൽ നിൽക്കുന്ന സംഗീതത്തിൽ പൊതിഞ്ഞ ഒരു കാഴ്ചയാണ് സർവം താളമയം സമ്മാനിക്കുന്നത്. ഗാനങ്ങൾ കാഴ്ചകളെ കുറച്ചുകൂടെ ഉയർത്തി വയ്ക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നു വരുന്നു. മറ്റു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.